ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമുക്ക് കല്യാൺ ജുവലേഴ്സിന്റെ Q4 റിസൾട്ട് നോക്കാം. Q4 റിസൾട്ട് അതുപോലെ തന്നെ ഫുൾ FY26ന്റെ റിസൾട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് FY27ലേക്ക് അവർ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിലുള്ള നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് അല്ല അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6% 15%ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അവസാനം സംസാരിക്കുകയും ചെയ്യാം. നമുക്ക് FY26ന്റെ അല്ലെങ്കിൽ Q4ന്റെ റിസൾട്ട് നമ്പേഴ്സ് ഒക്കെ എന്താണെന്ന് നോക്കാം. അതിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് അവരുടെ സ്റ്റോർ കൗണ്ട് നോക്കാം. കല്യാൺ ഇപ്പോൾ ഏകദേശം 500 സ്റ്റോർ കൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ടോട്ടൽ ഷോറൂമിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 507 ഷോറൂം ഉണ്ട്. അത് കല്യാൺ പ്ലസ് ക്യാൻഡിയർ, അത് അവരുടെ ഇന്റർനാഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ബിസിനസ് അടക്കം എല്ലാ ടോട്ടൽ ഷോറൂമിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 507 ആയിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ മാത്രം അവർക്ക് ഏകദേശം 342 കല്യാൺ ഷോറൂംസും അതുപോലെ തന്നെ ഇന്റർനാഷണലി അവർക്ക് 41 കല്യാൺ ഷോറൂംസും ഉണ്ട്. ഇപ്പോൾ ഈ FY26 തീരുന്ന സമയത്ത് Q4 എൻഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ക്യാൻഡിയറിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 124 ക്യാൻഡിയർ ഷോറൂംസ് ഉണ്ട്. സോ ഈ ബിസിനസ്സിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള അവരുടെ ഗൈഡൻസ് അതുപോലെ തന്നെ അവർ അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓരോ ക്വാർട്ടറിൽ റിസൾട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ഫിഗേഴ്സ് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഏകദേശം 507 ഷോറൂം കാര്യം ഞാൻ പറഞ്ഞത്. അതിൽ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി അവരിലുള്ള ഷോറൂംസ് ആണ് അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് അറിയേണ്ടത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർ എത്ര ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യമാണ്. അത് നോക്കുമ്പോൾ കല്യാണിൽ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് ഗൈഡ് ചെയ്തിരിക്കുന്നത് 84 ഷോറൂംസ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യമാണ് കല്യാൺ എന്ന് പറയുന്ന ബ്രാൻഡിൽ. അതുപോലെ തന്നെ ഇന്റർനാഷണലി 6 ഷോറൂംസ് ഓപ്പൺ ചെയ്യും കല്യാണിന്റെ പേരിൽ. സോ അങ്ങനെ നോക്കുമ്പോൾ 90 കല്യാൺ ഷോറൂംസ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ FY27 ടോട്ടൽ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ വരുന്ന 84 ഷോറൂംസ് ഫോക്കോ മോഡലാണ്. ഫോക്കോ മോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓണ്ട് കമ്പനി ഓപ്പറേറ്റഡ്. അതായത് ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുകളായിരിക്കും ഇതിനകത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ എംപ്ലോയിനെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കല്യാൺ ജുവലേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് ആ ഷോറൂം ഓപ്പറേറ്റ് ചെയ്യുന്ന കല്യാണായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി എടുക്കുന്ന അവരായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലൈറ്റ് ആയിട്ട് ഇവർക്ക് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വരും. അങ്ങനെ 84 ഷോറൂംസ് ഒരു ഫോക്കോ മോഡലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇവർ ഇതുപോലെ തന്നെ ഫോക്കോ മോഡലിൽ കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അവിടെ രണ്ടുപേരും ഫോക്കോയും ഉണ്ട് കോക്കോയും ഉണ്ട്. കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്, ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ 6 ഇന്റർനാഷണൽ വരും. ഇനി നമ്മൾ ക്യാൻഡിയറിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ക്യാൻഡിയർ ഇപ്പോൾ 124 ഷോറൂംസ് ആണുള്ളത്. അതിൽ അവർ 50 to 55 പുതിയ ഷോറൂംസ് ആഡ് ചെയ്യുന്ന പറഞ്ഞു. അതായത് ഇപ്പോൾ ഉള്ളതിന്റെ മുകളിൽ ഏകദേശം 50 to 55 ഷോറൂംസ് ക്യാൻഡിയറിൽ വരും. അപ്പോൾ ക്യാൻഡിയർ ഏകദേശം ഒരു 175-180 ഷോറൂംസിലേക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് എത്തും. പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ കല്യാൺ ചെറിയൊരു ഈ ഒരു ക്വാർട്ടറിലല്ല കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നത് അവർ പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കുന്ന കാര്യം. അതായത് ലോക്കൽ ആയിട്ടുള്ള ഓരോ സ്റ്റേറ്റിനും അതാത് ലോക്കൽ ആയിട്ടുള്ള പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. സോ അതിന്റെ ഫസ്റ്റ് ഷോറൂം ഈ ഫിനാൻഷ്യൽ ഇയറിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 5 ഷോറൂമുള്ള പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പുതിയൊരു ബ്രാൻഡ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ലോഞ്ച് ചെയ്യും. ആ ബ്രാൻഡിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ 5 ഷോറൂംസും വരാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഷോറൂംസോട് കൂട്ടി അവർ ഏകദേശം ഒരു 145 to 150 ഷോറൂംസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് അവരുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിനനുസരിച്ചിട്ട് കമ്പനി പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഷോറൂം ഓപ്പണിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് വോളിയം ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ പുതിയ ഷോറൂംസ് വന്നാലേ ഉള്ളൂ പുതിയ കസ്റ്റമേഴ്സും അതിനനുസരിച്ച് ഇവർക്ക് വോളിയം ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഹൈ പേസിലുള്ള ഷോറൂം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് Q4ന്റെ റിസൾട്ട് നമ്പർ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ Q4ൽ അവർ ഏകദേശം റവന്യൂ ഗ്രോത്ത് 66%. അതായത് എൻ്റയർ റവന്യൂ ഗ്രോ ചെയ്തിരിക്കുന്ന 66%. അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 118% പ്രോഫിറ്റ് ഗ്രോത്ത് അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ട്, Q4ൽ വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ നമുക്ക് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ടൈറ്റനോ അല്ലെങ്കിൽ PN ഗഡ്ഗിലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈ 2 കമ്പനികൾക്ക് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. അതായത് റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് കുറവാണ് അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സെയിം ടൈമിൽ നമ്മൾ കല്യാണിൽ നോക്കി കഴിഞ്ഞാൽ കല്യാൺ 66% റവന്യൂ ഗ്രോത്തിൽ 118% അവരുടെ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. സോ നല്ല രീതിയിൽ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. അതുപോലെ തന്നെ ഇനി ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കി കഴിഞ്ഞാൽ അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 43%. കല്യാൺ പോലെ ഏകദേശം 25,000 കോടി റവന്യൂ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്ന കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 35,700 കോടി രൂപയാണ് അവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഹൈ ബേസിന് മുകളിൽ അവർ ഏകദേശം 43% ഗ്രോ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തേക്കുന്നതാണ്. അത് പക്ഷേ ഈ പറഞ്ഞ എല്ലാ കമ്പനികൾക്കും ഒരുപോലെ തന്നെയാണ്. ജ്വല്ലറി സ്പേസിലുള്ള എല്ലാ കമ്പനികൾക്കും ഒരുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയതാണ്. പക്ഷേ ഇവർ അതിന്റെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഇവരുടെ ഹൈ പേസിലുള്ള ഷോറൂം എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് 43% റവന്യൂ ഗ്രോത്ത് വരുത്താനും പിന്നെ അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ കോസ്റ്റിനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ അവർക്ക് ഏകദേശം 89% പാറ്റ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ മാർജിൻസ് കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ആയിട്ടുണ്ട്. EBITDA മാർജിൻ ഏകദേശം 7% ആണ്. അതുപോലെ തന്നെ പാറ്റ് മാർജിൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 3.8% ആണ് പാറ്റ് മാർജിൻ ഉള്ളത്. അത് ഈ ഒരു Q4ൽ നോക്കിയാൽ ഏകദേശം 4% പാറ്റ് മാർജിൻ ഉണ്ട്. അതുപോലെ EBITDA മാർജിൻ നോക്കിയാൽ ഏകദേശം 7.2% EBITDA മാർജിൻ ഉണ്ട്. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ ഇവരുടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ മാർജിൻ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അത് 12.9% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 13.8%, അതായത് 1% അടുത്ത് അത് കുറഞ്ഞിട്ടുണ്ട്.
അതിന്റെ റീസൺ ആയിട്ട് മാനേജ്മെന്റ് അത് ഇൻക്രീസ് ആവുന്നുള്ള കാര്യമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ഈ ഒരു ക്വാർട്ടർ, കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഇംപ്രൂവ് ആവുമായിരുന്നു ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ ഹൈ പേസിലുള്ള ഫോക്കോ മോഡൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫോക്കോ മോഡൽ ഷോറൂംസിന് മാർജിൻസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോക്കോയുടെ പെർസെന്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് മാർജിനെ ചെറിയ രീതിയിൽ താഴേക്ക് വലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നോൺ സൗത്ത് റവന്യൂ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്യുന്നത് സൗത്തിൽ ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ സൗത്തിലായതുകൊണ്ട് തന്നെ സൗത്തിൽ അവർക്ക് നല്ല രീതിയിൽ പെനട്രേഷൻ ആയിട്ടുണ്ട്. ഏകദേശം 12-13 ഷോറൂംസേ ഉള്ളൂ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സൗത്തിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അതേസമയത്ത് ഇവർ നോൺ സൗത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനൊക്കെ ഹൈ പേസിലാണ് അവിടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ സൗത്തിലുള്ള ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ സൗത്തിലേക്ക് വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറി കാര്യങ്ങൾ കൂടുതലായിട്ട് വരുമ്പോഴത്തേന് അവിടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ മേക്കിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ നോർത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേന് അത് കമ്പാരിറ്റീവ്ലി നോർത്തിൽ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഗ്രോസ് മാർജിന്റെ എമൗണ്ട് കുറച്ച് താഴേക്ക് പോകുന്ന കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ അത് ഇംപ്രൂവ് ആയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ Q-on-Q കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ചെറിയ രീതിയിലുള്ള ഡിപ്പ് ഗ്രോസ് പ്രോഫിറ്റിൽ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അവർക്ക് ഈ പറഞ്ഞ എബിറ്റ മാർജിനിലാണെങ്കിലും ബാറ്റ് മാർജിനിലാണെങ്കിലും ആ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. അവിടെ എല്ലാം ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ SSST നോക്കിയാൽ ഏകദേശം 47% ഗ്രോ ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിൽ. അത് എല്ലാ ജ്വല്ലറി കമ്പനികളുടെ SSST നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഗോൾഡിന്റെ പ്രൈസ് ഈ രീതിയിൽ ഇൻക്രീസ് ആവുന്നതാണ്. SSSTയുടെ അവരുടെ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5-10% ആണ്. അത് മാനേജ്മെന്റ് തന്നെ പറയുന്നത് വളരെ കുറവാണെന്നുള്ള കാര്യം മാനേജ്മെന്റ് തന്നെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വരുന്ന ഏകദേശം 60-70% മുകളിൽ ഗോൾഡിന്റെ പ്രൈസിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടറുകളിലൊക്കെ തന്നെ SSST കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാനേജ്മെന്റ് ഒരു ലോങ് ടൈമിലേക്ക് ഒരു 2-3-4 വർഷത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 5-10% അടുത്ത് നമുക്ക് SSST എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ വരുന്നുണ്ടോ, SSST കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1600 കോടിയാണ് അവരുടെ ടോട്ടൽ ഡെപ്റ്റ് ഉള്ളത്. ഇപ്പം അതിനകത്ത് ഏകദേശം 1300 കോടി എന്ന് പറയുന്നത് GML ആണ്. നോൺ GML എന്ന് പറയുന്നത് ഏകദേശം 317 കോടിയോളമാണ് ഇപ്പോൾ അവർക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്. GML എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെറ്റൽ ലോൺ എന്നാണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്വർണ്ണം ബൈ ചെയ്യുന്നത് ബാങ്ക് ത്രൂ ആണ്. സോ അവിടുന്ന് ഇവർക്ക് ഒന്നെങ്കിൽ 2 രീതിയിൽ ലോൺ എടുക്കാം. ഡയറക്റ്റ് വേറെ ഡെപ്റ്റ് എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ഇവർക്ക് സ്വർണ്ണം പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവർക്ക് ഗോൾഡ് മെറ്റൽ ലോൺ എന്ന് പറയുന്ന സ്കീമിലൂടെ ഇവർക്ക് സ്വർണ്ണം ബൈ ചെയ്യാനായിട്ട് വരും. സോ ആ സമയത്ത് ഗോൾഡ് മെറ്റൽ ലോൺ എന്ന് പറഞ്ഞാൽ നോർമൽ ഡെപ്റ്റിനെ കഴിഞ്ഞു. നോർമൽ ഡെപ്റ്റ് ഇവർക്ക് 9-10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഗോൾഡ് മെറ്റൽ ലോണിൽ നിന്ന് ഇൻട്രസ്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും ഇതിനെ കഴിഞ്ഞും കമ്പാരിറ്റീവ്ലി ഒരുപാട് കുറവാണ്. 5-6% ഒക്കെയാണ് നോർമലി വരുന്നത് ഗോൾഡ് മെറ്റൽ ലോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് മെറ്റൽ ലോണിന്റെ പെർസെന്റേജ് കൂടുന്നത് ഇവരുടെ ഇൻട്രസ്റ്റ് കോസ്റ്റിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ കമ്പനി ഏകദേശം കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് തന്നെ ഏകദേശം 1000 കോടി രൂപയുള്ള ഡെപ്റ്റ് ഇവർ കുറച്ചിട്ടുണ്ട്. ഈ ഡെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നോൺ GMLനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോൺ GML ഇവർ മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കുറയ്ക്കാനായിട്ട് വരും. ആ രീതിയിൽ നോക്കിയാൽ ഇനിയിപ്പോൾ 300-317 കോടി കൊണ്ടുള്ള ഇവർക്ക് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ലോൺ ഉള്ളത്. അത് ഈ ഒരു വർഷം കൊണ്ട് തന്നെ അവർ ക്ലിയർ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ FY 26 അവർ ഏകദേശം 250-300 കോടിയോളം ഈ പറഞ്ഞ ഡെപ്റ്റ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് അവർ ഈ പറഞ്ഞ ഇവരുടെ പ്രോഫിറ്റിൽ നിന്ന് റിപ്പേ ചെയ്തിട്ടാണ് ഏകദേശം 250 കോടിയോളം ഇവരുടെ ഡെപ്റ്റ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ഇവർ ഇത് തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ കൊളാട്രലായിട്ട് കൊടുത്തേക്കുന്ന ലാൻഡ് ഉണ്ട് ഇവരുടെ. ആ ലാൻഡ് ബാങ്കിൽ കൊടുത്തേക്കുന്ന കാര്യം അത് ബാങ്കുമായിട്ട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരെണ്ണം ഓൾറെഡി റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 180 കോടിയോളം വരും. സോ അത് ഈ പറയുന്ന വരുന്ന FY 26 അല്ലെങ്കിൽ ഈ 2026 സെപ്റ്റംബറിനുള്ളിൽ തന്നെ അവർ സെല്ല് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ആ എമൗണ്ട് റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 150-200 കോടി രൂപയുടെ ഡെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കുറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി കൂടി പറഞ്ഞാൽ ബാങ്കിന്റെ ഇവർ കൊടുത്തിട്ടുള്ള കൊളാട്രൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ബാങ്കായിട്ട് നടക്കുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടി കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം 200 കോടി രൂപയുടെ ടോട്ടൽ അതിന് പറഞ്ഞ വാല്യൂ ഉണ്ട്. സോ അതും കൂടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു എമൗണ്ട് കൂടി ഇവരുടെ കയ്യിലേക്ക് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റ്, സോ അതിൽ നിന്നൊരു പോർഷൻ അവർക്ക് ഈ പറഞ്ഞ ലോണിലേക്ക് റീപേ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്തും പിന്നെ മിക്കവാറും ഫസ്റ്റ് ഹാഫിൽ തന്നെ, അത് പക്ഷേ ഒരു ഗൈഡൻസ് ആയിട്ടല്ല മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, മിക്കവാറും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ പറഞ്ഞ മൊത്തം അവരുടെ ഡെപ്റ്റ് അവർ ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് ടോട്ടൽ ഏകദേശം ഒരു 1300 കോടിയുടെ GML മാത്രം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് റിമൈൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. സോ അത് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ലോണാണ് ഈ GML എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ലേശം ഒരു 30 കോടിയുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് വരാനുള്ള സാധ്യതയുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 20 ക്രോസിന്റെ ഒരു പെനാൽറ്റി കൂടെ വരാനുണ്ട്. സോ ടോട്ടൽ ഒരു 50 കോടി ആ ഒരു രീതിയിലുള്ള എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്താലായിട്ട് മതി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവർ ROE നോക്കിയാൽ ഏകദേശം 24.9% ഇവർ ROE ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ, അതായത് 15, 16, 17% ROE ഏകദേശം 24%ലേക്ക് കൂടിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് ROEയുടെ ഡയറക്ഷൻ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ROE ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് നല്ല രീതിയിലാണ് നടക്കുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഉള്ള അസറ്റ് ഇവർ നല്ല രീതിയിൽ യൂസ് ചെയ്ത് പ്രോഫിറ്റ് അതിൽ നിന്ന് ഒരു മാക്സിമം ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ ലോണിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇവർ QIP ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ഈ പറഞ്ഞ ROE ഇംപ്രൂവ് ആകുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. അങ്ങനെ നോക്കിയാൽ ഏകദേശം 24-25% അടുത്തേക്ക് ഇവരുടെ ടോട്ടൽ ROE ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ എത്തിയിട്ടുണ്ട്. അത് നല്ല ഡയറക്ഷൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കാൻഡിയർ ഉണ്ട്. കാൻഡിയർ എന്ന് പറഞ്ഞാൽ കല്യാണിന്റെ സബ് ബ്രാൻഡാണ്. ആ കാൻഡിയറിൽ ഞാൻ പറഞ്ഞില്ല 124 ഷോറൂം ഉള്ളത്. കാൻഡിയർ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ സെക്കൻഡ് ഹാഫിൽ അവർ പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ലോസ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനി, കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. സോ അതിന്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതിപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ ഈ ഒരു H2 ആയ സമയത്ത് അവർ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 124-130 കോടിയോളമാണ് ഇപ്പം ഈ ഒരു Q4 മാത്രം കാൻഡിയറിന്റെ റവന്യൂ എന്ന് പറയുന്നത്.
അതുപോലെ ഈ Q4 അവരുടെ റവന്യൂ, അവരുടെ മാർജിൻ പാറ്റ് എന്ന് പറയുന്നത്, മാർജിനിലെ പാറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 കോടി രൂപയാണ്. കഴിഞ്ഞ Q4 ലാസ്റ്റ് ഇയറിൽ 12 കോടിയോളം ലോസ് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ക്വാർട്ടറിലായപ്പോഴത്തേന് 3 കോടിയോളം പ്രോഫിറ്റിലേക്ക് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ക്യാൻഡിയർ ഇനിയിപ്പോൾ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ക്യാൻഡിയറിന്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കല്യാണിന്റെ മെയിൻ ജ്വല്ലറി കഴിഞ്ഞിട്ടും കൂടുതലാണ് ഇവരുടെ മാർജിനും കാര്യങ്ങളൊക്കെ. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവിടെ സ്റ്റഡഡ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 70%ഓളം 70ക്ക് മുകളിലുണ്ട് സ്റ്റഡഡ് റേഷ്യോ എന്ന് പറയുന്നത്. സ്റ്റഡഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണ്, പ്രഷ്യസ് ഡയമണ്ട്, പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ജ്വല്ലറികളുടെ കാര്യമാണ് പറയുന്നത്. സോ അതിന് മാർജിൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. നോർമൽ ജ്വല്ലറി, ഗോൾഡ് ജ്വല്ലറി കഴിഞ്ഞിട്ട് മാർജിൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്യാൻഡിയറിന്റെ പെർസെന്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ മൊത്തത്തിലുള്ള മാർജിന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. അതുകൊണ്ട് തന്നെ ക്യാൻഡിയർ വരുന്ന ക്വാർട്ടറിലൊക്കെ നല്ല രീതിയിൽ ഇവരുടെ പ്രോഫിറ്റിനെയും മാർജിൻസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കല്യാണത്തെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ട അടുത്ത ഫിനാൻഷ്യൽ ഇയർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ജ്വല്ലറി ഇവരുടെ ഈ പറഞ്ഞ ഷോറൂം എക്സ്പാൻഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കല്യാണിന്റെ മെയിൻ ജ്വല്ലറിയുടെ എക്സ്പാൻഷൻ എടുത്ത് നോക്കി ഏകദേശം 80 to 84 ഇന്ത്യയിൽ 6 പുറത്തു പോയിട്ട് ഏകദേശം 90 ഷോറൂം ഉണ്ട്. സോ അതിപ്പോൾ ഉള്ള 342 ബേസിന് മുകളിൽ നമ്മൾ നോക്കി ഏകദേശം 23% മുകളിലുള്ള ഗ്രോത്ത് ആണ് അതിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു പുതിയതായിട്ട് ഒരു 5 ഷോറൂംസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, പുതിയ ബ്രാൻഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം. സോ അതോടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 24-25% ഗ്രോത്ത് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ക്യാൻഡിയറിന്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 124 ഷോറൂമിന്റെ മുകളിൽ ഇവർ 50-55 ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതവിടെ 41-42% ഗ്രോത്ത് ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ നിന്ന് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തന്നെ ഇതിന് പക്ഷേ ഡയറക്റ്റ് നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ക്യാൻഡിയറിന്റെ ഷോറൂം കുറച്ചുകൂടി ചെറുതാണ്, അവിടുത്തെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കല്യാണിന്റെ മെയിൻ ഷോറൂമുകളൊക്കെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു 26-27% വോളിയം ഗ്രോത്ത് ഈ പറഞ്ഞ ഷോറൂം എക്സ്പാൻഷൻ വഴി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ SSSTയുടെ കാര്യം മാനേജ്മെന്റ് 5-10% ആണ് ഗൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. സോ അതോടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 30-35% നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കല്യാണ സൈഡിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഒരുപക്ഷെ ഒരു 30-40% ഇടയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനകത്ത് 35-40% എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ആണ്. എൻ്റെ തന്നെ ആയാലും ഒരു 30-35% മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഈ ഒരു കമ്പനിയിൽ നിന്ന്. 30% താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു സൈൻ ആയിരിക്കും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ ഒരു കാര്യം, അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിന്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഈ കാര്യങ്ങളാണ്, അടുത്ത ക്വാർട്ടറുകളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാർജിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു 3.8% ആണ് അവരുടെ മാർജിനുള്ള, പ്രോഫിറ്റ് മാർജിനുള്ളത്. അത് ക്യാൻഡിയർ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. മൊത്തത്തിലൊരു നമുക്ക് 3.8 ഒരു 4% ഒക്കെ നമുക്ക് മാർജിനായിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ റിസൾട്ട് വന്ന സമയത്ത് അവരുടെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 30% അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് കുറച്ചുകൂടെ പൈസ താഴേക്ക് പോവുകയും ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ റിസൾട്ട് നല്ല ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 1350 കോടിയാണ് അവരുടെ പാറ്റ് എന്ന് പറയുന്നത് ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ഏകദേശം 30-അടുത്താണ് ഇപ്പോൾ അവരുടെ 30 അറൗണ്ട് ആയിട്ടാണ് പി റേഷ്യോ ഉള്ളത്. നമ്മൾ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 30-35% ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം 35,700 കോടിയാണ് അവരുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു 30% ഗ്രോത്ത് നമ്മൾ മിനിമമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 30% ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു 4% നമുക്ക് പാറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും, പാറ്റ് മാർജിനായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ 4% എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1850 കോടിയോളം പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ 1800 കോടി പ്രോഫിറ്റ് എടുത്താൽ പോലും അവരുടെ ഫോർവേഡ് പി എന്ന് പറഞ്ഞാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഒരു പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവരുടെ പി റേഷ്യോ, അതാണ് നമ്മൾ ഫോർവേഡ് പി എന്ന് പറയുന്നത്, ആ ഫോർവേഡ് പി അറൗണ്ട് 20 അടുത്തായിട്ട് വരാനായിട്ടാണ് സാധ്യതയുള്ളത്. അത് വെച്ച് നമ്മൾ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 30% ഗ്രോത്ത് ഉള്ള കമ്പനി ഏകദേശം 20 പിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ 20/30 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0.6-0.7% അടുത്താണ് ഇവരുടെ പെഗ് റേഷ്യോ വരുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല വാല്യൂഷനിൽ ഹൈ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി, അതും ഇത്രയും വലിയൊരു കമ്പനി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വാല്യൂഷന്റെ ബേസിൽ കാര്യങ്ങളിലൊക്കെ നല്ല സ്റ്റോക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കല്യാൺ ജുവലേഴ്സ് എന്ന് പറയുന്നത്. ഇനിയാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളത്. ഇവരുടെ റിസൾട്ട് വരുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ആ ഒരു കാര്യം പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ഗോൾഡ് പർച്ചേസ് അടുത്തൊരു 1 ഇയറിലേക്ക് ആൾക്കാർ കുറയ്ക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അതിന്റെ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാവുന്ന കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ, അതായത് ഇവിടെ ഗോൾഡിന്റെ കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് മൊത്തത്തിൽ ഇപ്പം മോദി ആ ഒരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് അത്ര ഇമ്പാക്ട് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഞാൻ പറഞ്ഞില്ല 6% 15% കൂട്ടിയിട്ടുണ്ട്. സോ അത് ഗോൾഡിന്റെ ഡിമാൻഡിനെ കുറയ്ക്കാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം ഏകദേശം ഒരു 10,000 രൂപയോളം ഒരു പൗണ്ട് സ്വർണ്ണത്തിൽ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതെങ്ങനെ ഈ ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ള കാര്യം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അത് ഒരു പക്ഷേ ചിലപ്പോൾ വോളിയം ഗ്രോത്തിനെ കുറച്ച് താഴേക്ക് വരാം. അത് മൊത്തത്തിൽ കല്യാണം മാത്രമല്ല, മൊത്തത്തിൽ ജ്വല്ലറികളുടെ എല്ലാത്തിന്റെയും വോളിയം ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് 6% 15% കൂട്ടുന്നത്. സോ അവിടെയുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പോൾ ഒരു ഇൻവെന്ററി ഗെയിൻ ഈ ഒരു ക്വാർട്ടറിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഓൾറെഡി ഇരിക്കുന്ന സ്വർണ്ണത്തിനൊക്കെ പ്രൈസ് കൂടുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടറിൽ മാത്രം Q1 ചിലപ്പം ഇവരുടെ മാർജിൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇത് ലോങ് ടൈമിൽ അടുത്ത Q2 Q3 സമയങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിപ്പോൾ റിസൾട്ട് വന്ന് മാനേജ്മെന്റ് കമന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഒരു റിസ്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ അവൈലബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം.
ഇപ്പോൾ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ ഗോൾഡ് ബൈ ചെയ്യുന്ന ബാങ്ക് ത്രൂ ആണ്. സോ അതിനകത്തൊക്കെ ഗവൺമെന്റ് എന്തെങ്കിലും രീതിയിലുള്ള കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുത്തും എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അതിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ബാങ്കുകളായിട്ട് ഗവൺമെന്റ് എന്താണ് സംസാരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. സോ ആ രീതിയിലും ഗോൾഡിന്റെ ഇവർക്ക് അവൈലബിലിറ്റി കുറയാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അതിന്റെ ഒരു ചെറിയൊരു അൺസർട്ടനിറ്റി അവിടെ നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഈ ഒരു ബിസിനസ്സിന് ഈ ഒരു കമ്പനിക്ക് സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. ഉടനെ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്തൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോൾഡ് മെറ്റൽ ലോൺ, അത് GMLന്റെ റേറ്റിൽ കാര്യത്തിൽ എന്തെങ്കിലും ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്യുന്ന വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ റേറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജ്വല്ലറി കമ്പനികൾ ഇതിലേക്കുള്ള സ്പെൻഡ് കുറച്ച് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ ഈ ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബിസിനസ്സിനായിട്ട് സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിലാണ് ഇവർ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ എന്തായാലും നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ റിസ്ക്കുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ. നിങ്ങളുടെ റിസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.